ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഘപരിവാറിനെയും ക്ഷണിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുകയാണ്. ശബരിമലയുടെ വികസന കാര്യത്തിൽ ആരെയും മാറ്റി നിർത്തില്ല എന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരെയും അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും PS പ്രശാന്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മോടൊപ്പം ചേരുന്നു. ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയെ നമ്മുടെ ദേവസ്വം മന്ത്രിയെ പോയി കണ്ട് ക്ഷണിച്ചാണ്. അപ്പോൾ അദ്ദേഹം വരില്ല, പകരം 2 പ്രതിനിധികളാണ് അയക്കുന്നത് പറഞ്ഞു. നമുക്ക് എന്താണ്? അല്ല, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കത്തയച്ചു. അപ്പോൾ അദ്ദേഹം തത്വത്തിൽ നോക്കാം എന്ന് പറഞ്ഞു. ഒരു കൺഫർമേഷനായിട്ട് വന്നിട്ടില്ല, വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ MK സ്റ്റാലിനെ നമ്മുടെ ശബരിമലയിലെ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ BJPക്ക് വലിയ പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും MK സ്റ്റാലിനൊക്കെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരാണ് എന്ന് മാത്രമല്ല അവരത് വലിയൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ശബരിമലയുടെ പൊതുവായ വികസനം, ശബരിമലയുടെ ഖ്യാതി ലോകരാഷ്ട്രങ്ങളിൽ എത്തിക്കുക, അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന പ്രതിനിധികൾ അവരുടെ മുന്നിൽ, കാരണം അവരൊക്കെ ഇവിടുന്ന് വരികയാണല്ലോ, അപ്പോൾ അവരുടെ മുന്നിൽ ഈ മാസ്റ്റർ പ്ലാൻ നമ്മൾ അവതരിപ്പിക്കുന്നു. ഏതാണ്ട് 1200 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളോട് സംശീകരിച്ചുകൊണ്ട് ഒരു നല്ല മാസ്റ്റർ പ്ലാനാക്കി മാറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഹിന്ദു സംഘടനകളിൽപ്പെട്ടവരെ ക്ഷണിച്ചിട്ടില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും RSS സംഘപരിവാർ സംഘടനകളാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്നേ ഉള്ളൂ. ഇൻവിറ്റേഷനൊക്കെ ഇനിയല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ക്ഷണിക്കും. ശബരിമലയുടെ വികസനത്തിന് പിന്തുണ നൽകുന്ന എല്ലാവരെയും നമ്മൾ ഇതിൽ ക്ഷണിക്കും. അത് ഹിന്ദു സംഘടനകൾ, ഹിന്ദു ഐക്യവേദി, അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. ആരെയും ഞങ്ങൾ ഒഴിവാക്കില്ല. ഈ സംഘപരിവാർ സംഘടനകൾ നേരത്തെ തന്നെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അങ്ങനെ അവരെ വിളിക്കാതെയാണ് ഇത് നടത്തുന്നത്. തീർച്ചയായിട്ടും അവരെല്ലാം ക്ഷണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ക്ഷണത്തിലേക്ക് പ്രോഗ്രാം നോട്ടീസൊക്കെ ആയി ഇതിൻ്റെ ഒരു പ്രിലിമിനറി പ്രാഥമികമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഇനിയുള്ള ഘട്ടങ്ങളിൽ അവരെല്ലാം ക്ഷണിക്കും, എല്ലാവരെയും ക്ഷണിക്കും. ശബരിമലയുടെ വികസനം, അതിനുവേണ്ടി പിന്തുണ നൽകുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കും. ഞങ്ങൾക്കതിൽ രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് ഒറ്റ രാഷ്ട്രീയമുള്ളൂ: ശബരിമലയുടെ വികസനം, ശബരിമലയിലേക്കുള്ള കൂടുതൽ സംവിധാനങ്ങൾ. കേന്ദ്രമന്ത്രിമാരുടെ പ്രതിനിധികൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടാകും. ഉറപ്പായിട്ടും. കേരളത്തിൽ നിന്ന് നമുക്ക് 2 മന്ത്രിമാരെയും നമുക്ക് മാറ്റി നിർത്തി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഉറപ്പായിട്ടും ഉണ്ടാവും. എല്ലാവരും ഇതിനകത്തുണ്ടാവും. തമിഴ്നാട് മുഖ്യമന്ത്രി വരുമെങ്കിൽ അങ്ങനെ, ആന്ധ്രയിൽ, ദക്ഷിണേന്ത്യയിലെ തന്നെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അത് വരാൻ സാധ്യതയില്ല. പക്ഷേ അവിടുത്തെ മന്ത്രിമാർ, ആന്ധ്രയിൽ നിന്ന് ഒരുപാട് മന്ത്രിമാർ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്, ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. എല്ലാവരെയും, അതായത് രാഷ്ട്രീയമായി എതിർക്കുന്നവരടക്കം എല്ലാവരെയും ഒറ്റ വിഷയത്തിൽ മാത്രം, അയ്യപ്പ വിശ്വാസികൾ എന്ന വിഷയത്തിൽ മാത്രം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ പങ്കാളിയാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡ്. ക്യാമറ രതീഷ് മുൻപുകളൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സംഘപരിവാറിനെയും ക്ഷണിക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്തിന്റെ വാക്കുകൾ. ചർച്ചയാകാൻ പോകുന്ന പ്രതികരണമാണ്. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. പ്രശാന്ത്, എപ്പോഴാണ് ഈ സംഗമം നടക്കുന്നത്? ഈ സംഗമത്തിലേക്ക് ഇപ്പോൾ രാഷ്ട്രീയമായി എതിർക്കുന്നവരെയും പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെട്ടവരെയും ക്ഷണിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ രാഷ്ട്രീയമായി ഒരു തലം കൂടിയുണ്ടല്ലോ. ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ ഇനി ചർച്ചകൾ ഉണ്ടാവുക? വലിയ ചർച്ചയിലേക്ക് തന്നെ ഈ നീക്കം പോകുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം കോഴിക്കോട് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇതിനോട് പറഞ്ഞത് ഇത് ഭൂരിപക്ഷ വോട്ട് കണ്ണുവെച്ചാണ് സർക്കാർ ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ നടത്തുന്നത്. കാരണം ശബരിമല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല യുവതീ പ്രവേശ വിഷയം സർക്കാരിന് എത്രത്തോളം പ്രതിസന്ധി ആയതാണെന്നറിയാം. അതിനുശേഷം ആ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ തന്നെ, CPM തന്നെ വീടുകൾ കയറി ഇറങ്ങിയാണ് ആ പ്രതിസന്ധികൾക്ക് അയവ് വരുത്തിയത്. അതായത് പാർട്ടി കേഡറുകൾക്കിടയിൽ പോലും വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ശബരിമല വിഷയം, ശബരിമല ഒരു പ്രധാനപ്പെട്ട ഹിന്ദു വിഷയം തന്നെ ഉയർത്തി ഭൂരിപക്ഷ വോട്ട് കണ്ണുവെച്ചാണ് സർക്കാർ ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും സംഘപരിവാർ പ്രത്യക്ഷത്തിൽ രംഗത്തിറങ്ങി. അവരെ സംഘപരിവാർ സംഘടനകൾ ഈ വിഷയം ഉന്നയിച്ചതിന് രംഗത്തിറങ്ങി. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വിശദീകരിക്കുന്നുണ്ട്. സംഘപരിവാർ അനുകൂല ഹിന്ദു സംഘടനകൾ, ഹിന്ദു ഐക്യവേദി, അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി ക്ഷണിക്കുമെന്നാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് മാറുന്നു. ഇതിൽ രാഷ്ട്രീയമില്ല. ശബരിമലയുടെ കാര്യത്തിൽ ശബരിമല വികസനം മാത്രമാണ് ഇതിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും കോൺഗ്രസ് ആദ്യപടി പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് CPM-ഉം സംഘപരിവാറും ഒരുമിച്ചാണല്ലോ എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും സർക്കാർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരാണ് ദേവസ്വം ബോർഡ് ആസൂത്രണം ചെയ്ത ആഗോള അയ്യപ്പ സംഗമമാണ്. അത് സർക്കാർ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചതിൽ തന്നെ കൃത്യമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുണ്ട്. കാരണം ഭൂരിപക്ഷ വോട്ട് കണ്ണുവയ്ക്കുന്ന സർക്കാർ, ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഇത് സർക്കാർ തന്നെ ഏറ്റെടുത്ത് നടത്തുകയാണ്. അത് പ്രായോഗിക വശങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് ഇതിലേക്ക് പങ്കെടുക്കേണ്ടത്
എത്തിക്കേണ്ടത് 3000-ഓളം പേരെയാണ്. അവരെല്ലാം ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദേവസ്വം വകുപ്പ്, സംസ്ഥാന സർക്കാർ ഇത് നടത്തുന്നതെന്നാണ് ആദ്യഘട്ടത്തിലെല്ലാം ദേവസ്വം ബോർഡ് വിശദീകരിക്കുമ്പോൾ സംഘപരിവാർ സംഘടനകളുടെ പ്രതിനിധികളെയും ക്ഷണിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുമ്പോൾ അതേസമയം തന്നെ അയ്യപ്പസേവാ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ ദീർഘകാലമായി ശബരിമല വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ് കുമ്മനം രാജശേഖരൻ. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനുമൊക്കെ ആയിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർക്കാൻ സർക്കാരിന് അധികാരമില്ല എന്ന്. ക്ഷണിക്കുമെന്നൊരു ഭാഗത്ത് പറയുന്നു, അതേസമയം തന്നെ ഈ സംഗമത്തിനെതിരെ സംഘപരിവാർ നേതാക്കൾ തന്നെ രംഗത്തും വരുന്നുണ്ടല്ലോ. ആ സാഹചര്യം എന്താണ്? സർക്കാർ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഘപരിവാർ സംഘടനകൾ ഇതിൻ്റെ ഭാഗമാകുമോ എന്നതാണ് ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം വരേണ്ടത്. കാരണം ഒന്ന്, ഇടത് സർക്കാർ, പിണറായി സർക്കാർ വിശ്വാസികൾക്കെതിരാണ്, അയ്യപ്പ ഭക്തർക്കെതിരാണ് എന്ന പ്രചരണമാണ് സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാർ തന്നെ ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ, ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിലേക്ക് സംഘപരിവാർ സംഘടനകളെ ക്ഷണിച്ചാൽ അവർ പങ്കെടുക്കുമോ, അല്ലെങ്കിൽ പങ്കെടുത്താൽ അത് രാഷ്ട്രീയമായും വേറെ ചർച്ചകൾക്ക് വഴിവെക്കും. അപ്പോൾ ഇതിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുന്ന നടപടിയിലേക്കായിരിക്കാം ഒരുപക്ഷെ പോവുക. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ഇവരെ ക്ഷണിക്കുന്ന സർക്കാരിന് ഏത് രീതിയിലായിരിക്കും? സർക്കാർ വേറെ തരത്തിൽ ഇപ്പോൾ തന്നെ അതിനുള്ള ഇത്തരം വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും സർക്കാർ ശ്രമിക്കുന്നത് എല്ലാ വിഭാഗത്തെയും ഇതിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ ആഗോള അയ്യപ്പ സംഗമം എന്ന സർക്കാരിൻ്റെ ഈ ഒരു ഉദ്യമത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നത് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിവാക്കാതെ എല്ലാവരെയും അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമാക്കുക എന്ന തന്ത്രത്തിലൂടെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് എന്തായാലും അത് ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. കാരണം സംഘപരിവാറിനെ അടക്കം ക്ഷണിക്കുമ്പോൾ, സംഘപരിവാർ സംഘടനകളെ ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ തന്നെ കോൺഗ്രസ് അത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയമായ വലിയ ചർച്ചകൾ കൂടി ഈ ആഗോള അയ്യപ്പ സംഗമം അത് വേദിയാകാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്.